വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ചാറ്റിലാംപാടത്തെ കർഷകർ മുണ്ടകൻ കൃഷി ഉപേക്ഷിക്കുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് കർഷകർ ആരോപിച്ചു. കൊടകര മട്ടത്തൂർ കൃഷിഭവനുകളുടെ പരിധിയിലായി 50 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണ് ചാറ്റിലാംപാടം. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ കൃഷി വിളയില്ലാതെ തരിശു കിടക്കുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ മേച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ആറേശ്വരം കാവനാട് ഉപകനാൽ വഴിയാണ് ചാറ്റിലാംപാടത്തേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഈ കനാൽ വഴി യഥേഷ്ടം വെള്ളം എത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനാൽ വെള്ളം കർഷകർക്ക് കിട്ടാക്കനിയാണെന്ന് ചാറ്റിലാംപാടത്തെ കർഷകനായ വി കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടെ കൊടകര കൃഷിഭവനിലെയും മറ്റത്തൂർ കൃഷിഭവനിലെയും പാടശേഖരം രണ്ടും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന ഏരിയയാണിത്. ഇവിടെ ഇത്തവണ മുണ്ടകൻ നെൽകൃഷി ചെയ്യാനായിട്ട് കനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവായതുകൊണ്ടും ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കാൻ പറ്റിയില്ല. ഈ വർഷം തന്നെയല്ല, കഴിഞ്ഞ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കനാൽ വെള്ളം ഏത് ടേൺ തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൃത്യമായി അറിയിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കനാൽ വെള്ളം തുറന്നു വിടുന്ന ഒരു അവസ്ഥയാണ് അവിടെ തീരുമാനത്തിലെത്തിയത്. തുമ്പൂർമുഴിയിൽ നിന്നും വലതുകര കനാലിൽ കൂടി മേട്ടിപ്പാടത്ത് വെച്ച് ആറേശ്വരം ബ്രാഞ്ച് കനാലിൽ കൂടിയാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാറുള്ളത്. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ പറമ്പ് നനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കർഷകർ പോയി ഓവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടച്ച് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ മുണ്ടകൻ കൃഷിയും അതുപോലെ തന്നെ പുഞ്ച കൃഷിയും ഇവിടെ ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ കൃഷി ഇറക്കാറുള്ളത്. 20 ദിവസം കൂടുമ്പോൾ 4 ദിവസത്തേക്ക് ആറേശ്വരം കാവനാട് ഉപകനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാണ് അധികൃതരുടെ തീരുമാനമുള്ളത്. ഇങ്ങനെ വെള്ളം തുറന്നുവിട്ടാൽ ചാറ്റിലാംപാടത്തേക്ക് ജലസേചനത്തിന് ആവശ്യമായ തോതിൽ വെള്ളം എത്താനിടയില്ലെന്നതിനാലാണ് ഇത്തവണ കർഷകർ മുണ്ടകൻ കൃഷിയിൽ നിന്നും പിന്മാറിയത്. കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നെങ്കിലും കനാൽ വെള്ളം കിട്ടാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു. കതിര് വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത്. അടുത്ത കാലം വരെ ആണ്ടിൽ 3 പൂവ് കൃഷി ഇറക്കിയിരുന്ന ചാറ്റിലാംപാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരിപ്പ് മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റിലാംപാടം മാറുകയാണ്.